Hi friends, welcome to Aaruttan's world. In this video, we will see Cisco small series RV320 router basic setup and VPN configuration. Now, we will see the video. Router we configure router IP address in browser connect. Connect ചെയ്തതിനു ശേഷം അതിന്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കേ, അതിനായി യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് കിട്ടുമ്പോൾ ഇതിനകത്ത് ഒരു ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് മെനുവും സെൻട്രൽ മെനുവിലും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിസാർഡ്സും ടാബ്സും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമ്മളതിനകത്ത് കോൺഫിഗറേഷൻ ഉള്ളതാണ്. അതായത് നമുക്ക് സെറ്റപ്പ് വിസാർഡിൽ പോകാം. സെറ്റപ്പ് വിസാർഡ് എന്ന് ഈസി ഒരു വിസാർഡ് ടൈപ്പിലുള്ള കോൺഫിഗറേഷനാണ്. ബേസിക് കോൺഫിഗറേഷനാണ് അതിനകത്ത് വരുന്നത്. ഇല്ല നമുക്കൊരു അഡ്വാൻസ് ലെവൽ കോൺഫിഗറേഷൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് സെറ്റപ്പ് ടാബിൽ പോയിട്ട് അതിനകത്ത് നമുക്കിത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തായി നമ്മൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്റം സമ്മറിയാണ്. സിസ്റ്റം സമ്മറി എന്ന് ഉദ്ദേശിക്കുന്ന ഈ റൗട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ സീരിയൽ നമ്പറും ഫയർവെയർ വെർഷനും പോർട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് വരുന്നത്. പോർട്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് 4 പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. 4 വാൻ പോർട്ടും 2 വാൻ പോർട്ടും വരുന്നുണ്ട്. പിന്നെ USB സപ്പോർട്ട് വാൻ പോർട്ട്സും കൊടുത്തിട്ടുണ്ട്. USB സപ്പോർട്ട് വാൻ പോർട്ട്സ് മീൻസ് ഡോങ്കിൾ നമുക്ക് USB വഴി കണക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റാറ്റസാണ് ഈ താഴെ നമുക്ക് കാണിക്കുന്നത്. കണക്റ്റഡ് ആണോ, ഡിസ്കണക്റ്റഡ് ആണോ, എലവബിൾ ആണോ എന്നുള്ളത്. പിന്നെ വാൻ 1 വാൻ 2 ഇതിനകത്ത് മൾട്ടി വാൻ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ലോഡ് ബാലൻസും കോൺഫിഗർ ചെയ്യാനാണ് ഈ റൗട്ടർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് വിസാർഡിലോട്ട് പോകാം. സെറ്റപ്പ് വിസാർഡിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സെറ്റപ്പ് ആയിട്ടുള്ള അതായത് ബേസിക് റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ, അതായത് വാനും ലാനും കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസാണ്. ഇത് ഒരു VLAN റൗട്ടറാണ്. അതുകൊണ്ട് നമുക്ക് VLAN ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് വാൻ സെറ്റിംഗ് ആണ്. വാൻ സെറ്റിങ്ങിൽ നമുക്ക് വാൻ 1ഉം വാൻ 2ഉം നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ഡ്യുവൽ ISP ഉള്ളവരാണെങ്കിൽ ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലോവറായിട്ട് ഇത് വർക്ക് ചെയ്തോളും. ഓട്ടോമാറ്റിക്കാണ്, ഇതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണം. ജസ്റ്റ് വാൻ കോൺഫിഗർ ചെയ്യാനൊന്നുമില്ല. ഇതിനകത്ത് സ്റ്റാറ്റിക് IP ഉള്ളതാണെങ്കിൽ PPOയും PPTPയും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വാൻ്റെ IP ഡീറ്റെയിൽസ് ISP പ്രൊവൈഡർ തരുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക, DNS കൊടുക്കുക, സേവ് ചെയ്യാം. പിന്നെ വരുന്നതാണ് പാസ്വേഡ്. പാസ്വേഡ് നമുക്ക് ഡിഫോൾട്ട് ഈ റൗട്ടറിൻ്റെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡിഫോൾട്ട് പാസ്വേഡിൽ ഒരിക്കലും നമ്മൾ റൗട്ടർ മെയിൻറ്റെയിൻ ചെയ്യരുത്. എപ്പോഴും നമ്മൾ റീസെറ്റ് തന്നെ ചെയ്ത് തരിക. റീസെറ്റ് ചെയ്ത് പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് പോകേണ്ടത് DMS യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ DMS നമ്മുടെ ഈ പറഞ്ഞ പോലെ ലോക്കൽ ഇൻറ്റേർണൽ സർവേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പോർട്ട് ഫോർവേഡിങ് മെത്തേഡ് അല്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. അല്ലാതെ തന്നെ നമുക്കിത് ഫോർവേഡിങ് വഴി ചെയ്യാൻ പറ്റും. ഫോർവേഡിങ്ങിൽ നിന്ന് നമുക്ക് കസ്റ്റമായിട്ട് പോർട്സ് ഡിസൈൻ ചെയ്ത് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇൻറ്റേർണൽ മെഷീൻസ് സെർവറിലൊക്കെ നമുക്കിത് പോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തായി വരുന്നത് DSCP ആണ്. DSCP ഈ ഓട്ടോമാറ്റിക് IP സപ്ലൈന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്ത് VLAN IDക്ക് എഗൻസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ DSCP കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് IP കൊടുത്താൽ മതിയാകും. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഏത് VLAN ID ആണോ അതിനകത്ത് അസൈൻ ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DSCP സ്റ്റാറ്റസ് എന്നൊരു ബട്ടണിൽ നമുക്ക് ഇതിൻ്റെ എത്ര IPs, ഏത് റേഞ്ചിലുള്ള IPs കണക്റ്റ് ആയിട്ടുണ്ടോ, ഏത് ഡിവൈസാണ് കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്കിതിനകത്ത് കിട്ടുന്നതാണ്. അടുത്തത് നമുക്ക് പോർട്ട് മാനേജ്മെൻറ്റിൽ പോകാം. പോർട്ട് മാനേജ്മെൻറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് Gigabit റൗട്ടറാണ്. 10/100/1000 Gigabit റൗട്ടേഴ്സ്. അത് നമുക്ക് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാം. അടുത്തതായി സിസ്റ്റം മാനേജ്മെൻറ്റിൽ പോകും. സിസ്റ്റം മാനേജ്മെൻറ്റിലാണ് ഈ ഡ്യുവൽ വാനിൻ്റെ സ്മാർട്ട് ലിങ്കും ലോഡ് ബാലൻസും കോൺഫിഗർ ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ഇത് ലോഡ് ബാലൻസിലാണ് കിടക്കുന്നത്. ലോഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കോൺഫിഗർ ചെയ്ത ബാൻഡ്വിഡ്ത്ത് അനുസരിച്ച് ബാൻഡ്വിഡ്ത്ത് കൂടുകയാണെങ്കിൽ വാൻ 1 നിന്ന് വാൻ 2 വാൻ 2 ആക്റ്റീവ് ആണെങ്കിൽ അതിലോട്ട് സ്വിച്ച് ഓവർ ആവും. സ്മാർട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ISP കണക്ഷൻ വാൻ 1 ഡൗൺ ആയി കഴിഞ്ഞാൽ വാൻ 2 വഴി നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ ആയി കിട്ടും.
ഈ ബാൻഡ്വിഡ്ത്ത് മാനേജ്മെൻറ്റ് ഞാൻ വാൻ 1 വാൻ 2 പറഞ്ഞത് നമ്മൾ ഈ ടാബിലാണ് കോൺഫിഗർ ചെയ്യുന്നത്. ഇതിൽ കൊടുത്തേക്കുന്ന ത്രെഷോൾഡ് അനുസരിച്ച് അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീം അനുസരിച്ചാണ് ഇത് സ്വിച്ച് ഓവർ ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നതിൻ്റെ ഫേംവെയർ അപ്ഗ്രേഡ് വരുന്നുണ്ട്. പിന്നെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. കാര്യം നമുക്ക് ഇതിൻ്റെ ഇനിഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞൊരു ബാക്കപ്പ് എടുത്ത് വെച്ചിരുന്നാൽ എപ്പോഴെങ്കിലും റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് റീസ്റ്റോർ ചെയ്ത് നമുക്ക് ഇനിഷ്യൽ സെറ്റപ്പിലോട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, അടുത്തായി ഫയർവാളാണ്. ഫയർവാൾ ഈ പറഞ്ഞ പോലെ എല്ലാ റൗട്ടറിലും ഫയർവാൾ എനേബിൾ തന്നെ ചെയ്തിരിക്കണം. കാര്യം വൾണറബിലിറ്റീസ് ഇപ്പോൾ ഇഷ്ടം പോലെയാണ്, അതുകൊണ്ട് ഇത് എനേബിൾ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് മാനേജ്മെൻറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിത് റിമോട്ടായിട്ട് ഇതിനെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അതിപ്പോൾ സ്റ്റാറ്റിക് IP വേണം. സ്റ്റാറ്റിക് IP ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോർട്ട് 443 ആക്റ്റീവായിട്ട് നമുക്ക് STPSൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് VPN ആണ്. VPN നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് കോൺഫിഗറേഷൻ ഞാൻ കാണിച്ചു തരാം. അടുത്തതായി സർട്ടിഫിക്കറ്റ് മാനേജ്മെൻ്റ് ആണ്. സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റ് ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് അതിനകത്ത് വരുന്ന സെൽഫ് സർട്ടിഫിക്കറ്റ് മാനേജിൻ്റെ ഡീറ്റെയിൽസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ അടുത്തതായി യൂസർ മാനേജ്മെൻറ്റിലാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ അഡ്മിൻസ് ഉണ്ടെങ്കിൽ അത് കോൺഫിഗർ ചെയ്യാനും പിന്നെ VPNൻ്റെ യൂസർ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്താണ് കോൺഫിഗർ ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിൻ്റെ VPN സെറ്റപ്പിലേക്ക് വരാം. VPN സെറ്റപ്പിൽ ഈ പറഞ്ഞതുപോലെ ഗേറ്റ്വേ ടു ഗേറ്റ്വേയും ക്ലയൻറ്റ് ടു ഗേറ്റ്വേ ഉണ്ട്. പിന്നെ ഒരു മീഡിയം ലെവൽ ഒരു 10 യൂസർക്കും VPN കണക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ PPTP സെർവർ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് ഒരു 10 കൺകറൻറ്റ് യൂസർ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതിന് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എനേബിൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. സ്റ്റാർട്ട് IP എൻഡ് IP അത് കൊടുക്കുക. പക്ഷേ ഈ സ്റ്റാർട്ട് IP എൻഡ് IP കൊടുക്കുമ്പോൾ ഒരിക്കലും അത് DSCP ആയിട്ട് മെർജായി വരരുത്. അതിനുശേഷം നേരെ വരേണ്ട VPN പാസ്ത്രൂയിലേക്ക് വരിക. VPN പാസ്ത്രൂയിൽ എന്ന് പറഞ്ഞാൽ L2TP അതിനകത്ത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് എനേബിൾ ചെയ്തില്ലെങ്കിൽ ഇത് L2TP കണക്ഷൻ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഫയർവാൾ എനേബിൾഡ് ആണെങ്കിൽ അതിനകത്ത് VPN പാസ്ത്രൂ എനേബിൾ തന്നെ ചെയ്തിരിക്കണം. ഇതിൽ തന്നെയാണ് നമുക്ക് VPNൻ്റെ യൂസർ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടത്. യൂസർ മാനേജ്മെൻറ്റിൽ വന്നതിന് ശേഷം നമ്മൾ VPNൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ബാക്കിയെല്ലാം കോൺഫിഗറേഷൻ ഡിഫോൾട്ടാക്കി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം സേവ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് VPN ക്ലയൻറ്റ്, അതായത് നമുക്ക് വിൻഡോസിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന VPNലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അതായത് നമ്മൾ VPN കോൺഫിഗറേഷൻ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സെൻറ്ററിൽ നിന്ന് എടുക്കുക. അവിടെ നമ്മൾ ആഡ് VPN കൊടുത്തതിന് ശേഷം ബിൽഡിൻ കൊടുക്കുക. കണക്ഷൻ നെയിം നമ്മൾ ഡിഫോൾട്ടായിട്ട് ഒരു കണക്ഷൻ നെയിം കൊടുക്കുക. ഓഫീസ് VPN എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക. സെർവർ നെയിം നമ്മുടെ സ്റ്റാറ്റിക് IP കൊടുക്കുക. പിന്നെ VPN ടൈപ്പ് എന്ന് പറയുന്നത് PPTP സെർവർ VPN ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഓഫീസ് VPN വന്നതിന് ശേഷം കണക്ട് ചെയ്യുമ്പോൾ അത് വെരിഫൈ യൂസർ നെയിം പാസ്വേഡ് കാണിച്ചതിന് ശേഷം അത് കംപ്ലീറ്റിംഗ് കണക്ഷൻ കാണിക്കും. അപ്പോൾ നമ്മുടെ VPN കണക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത് കണക്റ്റഡ് സ്റ്റേജ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ SSL VPN കോൺഫിഗറേഷനിലേക്ക് പോകാം. SSL VPN കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് SSL VPNൻ്റെ ഒരു ടാബുണ്ട്. ആ ടാബിനകത്ത്
സ്റ്റാറ്റസ് എടുക്കുക. സ്റ്റാറ്റസ് എടുത്തതിന് ശേഷം അതിനകത്ത് അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കാണിക്കുന്ന ടാബാണ് സ്റ്റാറ്റസ് ടാബ്. ഓക്കെ, അതിനകത്ത് 10 ടണൽസാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫയർവാളിൽ പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SSL VPN എന്നുള്ള എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യത്തില്ല. അടുത്തത് നേരെ വന്നിട്ട് അഡ്വാൻസ് സെറ്റിങ്സിൽ വരിക. അഡ്വാൻസ് സെറ്റിങ്സിൽ വന്നതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ട് IP റേഞ്ചും എൻഡ് IP റേഞ്ചും കൊടുത്തതിന് ശേഷം സർവീസ് പോർട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ബിസിനസ് നെയിമും റിസോഴ്സ് നെയിം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് യൂസറിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇതിനകത്ത് യൂസർ മാനേജ്മെൻറ്റിനകത്ത് പോയതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ 10 യൂസറിനെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, നേരത്തെ ആഡ് ചെയ്ത യൂസറിനെ SSL VPN ആണെങ്കിൽ അതൊരു മൊബൈൽ യൂസറായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിനെ മൊബൈൽ യൂസറിൻ്റെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. അടുത്തതായി നമുക്ക് SSL VPN യൂസറിനെ ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായി നമുക്ക് ഇതിനകത്തെ SSL VPN അണ്ടറിൽ വരുന്ന ഗ്രൂപ്പ് മാനേജ്മെൻറ്റിൽ പോയിട്ട് മൊബൈൽ യൂസറിന് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആയിരിക്കും. നമുക്കതിന് എനേബിൾ ചെയ്ത് കൊടുക്കാം. എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് എനേബിളിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റിസോഴ്സ് മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങളും പിന്നെ അതിനകത്ത് വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പ്ലിറ്റ് ടണലും ഫുൾ ടണലും ഉണ്ടാവും. സ്പ്ലിറ്റ് ടണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ISPയും യൂസ് ചെയ്യും VPN ത്രൂ, അതായത് നമ്മുടെ ട്രാഫിക് സ്പ്ലിറ്റ് ചെയ്ത് 2 ബാൻഡ് വിഡ്ത്ത് വഴിയും പോകുന്നതാണ്. ഫുൾ ടണൽ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഓൾ ട്രാഫിക് ഗോസ് ടു ദാറ്റ് VPN സെർവർ. അതാണ് അതിനകത്ത് ഫുൾ ടണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവ് ചെയ്യും. അത് കോൺഫിഗർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ VPN ക്ലയൻറ്റ് ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്ലയൻറ്റ് കോൺഫിഗറേഷൻ ഇതിനകത്ത് സോഫ്റ്റ്വെയർസ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പബ്ലിക് IP നമ്മൾ കൊടുത്ത അവിടെ സർവീസ് പോർട്ട് ഉണ്ടല്ലോ അത് കൊടുക്കുക. അത് 10443 ആണ് ഞാൻ കൊടുത്തത്. നമുക്ക് ഏത് പോർട്ടാണ് അവിടെ അസൈൻ ചെയ്ത് അത് കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്ത് കയറുക. ഇത് ലോഗിൻ ചെയ്ത് കയറുന്ന ഒരിക്കലും റൗട്ടറിൻ്റെ സെറ്റിങ്സിലോട്ടല്ല കയറുന്നത്, ഇത് VPN സെറ്റിങ്സിലോട്ടാണ്. അത് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു റിസോഴ്സ് നെയിം കൊടുത്തിരുന്നല്ലോ. അത് നമുക്ക് ഇത് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സെൻറ്ററായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോഴാണ് നമുക്കിത് റൗട്ടർ ലോഗിനാണോ അതോ VPN ലോഗിനാണോ എന്ന് മനസ്സിലാവും. കണ്ടു, ഇതിൽ വെൽക്കം ഓഫീസ് VPN ഓൺ, ഓഫീസ് VPN എന്നൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ടാബ്സ് കിട്ടുന്നുണ്ട്. ടെർമിനൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാറില്ല. പിന്നെ മൈ ഡെസ്ക്ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന RDP കണക്ഷന് വേണ്ടിയാണ്. നമ്മൾ VPN കണക്ട് ചെയ്തിട്ട് വിൻഡോസിൻ്റെ RDP സർവീസ് വഴി കയറുമ്പോൾ തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻറ്റേർണൽ മെഷീൻ്റെ IP കൊടുത്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈസ് നമ്മളെപ്പോഴും ഫുൾ സ്ക്രീനിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിൽ കണക്റ്റ് ആവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.